നമസ്കാരം, പൊന്നാനി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ മുഹൂർത്തം കൂടിയാണിത്. ഇവിടെ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് ഒരു 10 ദിവസം മുന്നേ മാത്രമാണ് ഇങ്ങനെയൊരു പരിപാടി നിശ്ചയിക്കപ്പെടുന്നത്. ആരെയും നേരിട്ട് ക്ഷണിച്ചിട്ടില്ല. എന്നിട്ടും ഇത്രയധികം മനുഷ്യർ നമുക്ക് അഭിമുഖമായി ഇങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് ഞാൻ അനവധി പേരാൽ സ്നേഹിക്കപ്പെടുന്നു എന്ന അതിമനോഹരമായൊരു തിരിച്ചറിവിനെ സാധ്യമാക്കി തരികയാണ്. ഈ ഒരു തിരിച്ചറിവ് വലിയ ഉത്തരവാദിത്വം എൻ്റെ മുന്നിൽ വെച്ച് തരുന്നുണ്ട്. നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തെ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം. സ്നേഹിക്കപ്പെടുന്നത് ഭാഗ്യമാണെങ്കിൽ അത് നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എത്രമാത്രം എനിക്ക് നിർവഹിക്കാൻ ആകുമെന്നുള്ളതാണ് വലിയ ചോദ്യവും ആശങ്കയുമായി എൻ്റെ ഉള്ളിൽ നെരിപ്പോടായി നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളോട് ഞാൻ സംവദിച്ചിട്ടുള്ളത് നേർക്കുനേരെയുള്ള അക്ഷരങ്ങൾ കൊണ്ടല്ല, അല്ലെങ്കിൽ നേർക്കുനേരെയുള്ള വാക്കുകൾ കൊണ്ടല്ല. ഇതിൽ പലരുമായി ഞാൻ നേരിട്ട് സംസാരിച്ചിട്ട് പോലും ഉണ്ടാകില്ല. നിങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ പോലും ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ സന്നദ്ധമായിട്ടും ഉണ്ടാകില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ കേട്ടിരുന്നു, ഉൾക്കൊണ്ടിരുന്നു, മനസ്സിൽ പതിപ്പിച്ചിരുന്നു. അത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന വലിയ ആകാശത്തെ സൃഷ്ടിക്കുന്നിടത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന വലിയ ഭാഗ്യമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. പലപ്പോഴും എൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചകളെ, ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങളെ, ഞാൻ മനസ്സിലാക്കുന്ന തിരിച്ചറിവുകളെ കുറഞ്ഞ അക്ഷരങ്ങളിൽ, കുറഞ്ഞ വാക്കുകളിൽ മറ്റുള്ളവരിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ വാക്കിനെക്കുറിച്ച്, അക്ഷരങ്ങളെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച്, അതിൻ്റെ നവീകരണത്തെയും അതിൻ്റെ മാറ്റത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞു. വലിയ ലേഖനങ്ങൾ എഴുതിയിട്ടായിരുന്നു തുടക്കം. ആദ്യത്തെ 3-4 പുസ്തകങ്ങൾ ലേഖനങ്ങളുടെ സമാഹാരങ്ങളായിരുന്നു. പുതിയ കാലം അത്തരം വലിയ ലേഖനങ്ങളിൽ നിന്ന് മാറി കുറഞ്ഞ വാക്കുകളിൽ അവർക്ക് വേണ്ടത് എവിടെ എന്ന് പരതുന്നിടത്തേക്ക് പുതിയ കാലത്തെ മനുഷ്യർ മാറിയപ്പോൾ അങ്ങനെയായി മാറാം എന്ന് ഞാൻ സ്വയം എന്നോട് ചോദിക്കുകയും അതിന് ഉത്തരമായി ഞാൻ കണ്ടെത്തിയ ചിലത് നിങ്ങൾക്ക് മുമ്പിൽ കുറിച്ചിടുകയും ചെയ്തപ്പോൾ എൻ്റെ അനുഭവങ്ങൾ, ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പലതും നിങ്ങളോട് പറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഈ എഴുത്തുകൾക്കൊക്കെയും ജീവനുള്ളതായി മാറിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയായിരിക്കും നേരിട്ട് സംസാരിക്കാത്ത നമ്മൾ ഇത്രമേൽ ഹൃദ്യമായ അടുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ടാകുന്നതും. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഇപ്പം നിൽക്കുമ്പോൾ ഞാൻ പടച്ച തമ്പുരാനെ ഏഴാകാശത്തോളം സ്തുതിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എഴുതണമെന്ന് വിചാരിക്കുമ്പോൾ എഴുതാൻ പറ്റാതെ വളരെ ബ്ലാങ്കായി നിൽക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ നിന്ന് മാറി എഴുത്തിലേക്ക് എത്തുന്നത് എവിടെ നിന്നൊക്കെയോ വരുന്ന ഒരു തള്ളൽ, ഒരു പ്രഷർ, ഒരു പ്രേരണ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. പലപ്പോഴും ഞാൻ എഴുത്തിനെ ആ അർത്ഥത്തിൽ കാണാനാണ് ആഗ്രഹിക്കാറുള്ളത്. അദൃശ്യമായ എന്തോ ഒന്നിൻ്റെ ഒരു പ്രേരണ, ഒരു തള്ളൽ, അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ ചിന്തകളായിരുന്നാലും എഴുത്തായിരുന്നാലും വാക്കുകളായിരുന്നാലും ഒക്കെ. ഈ അവസരത്തിൽ നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദിയുള്ളവരാകുക എന്നാൽ ഭംഗിയുള്ളവരാകുക എന്ന് കൂടിയാണ്. നമ്മളെ ഭംഗിയുള്ളതാക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ കൃതാർത്ഥത, കടപ്പാട്, നന്ദി ഒക്കെ പ്രകടിപ്പിക്കുമ്പോഴാണ്. ഈ അവസരത്തിൽ ഞാൻ എന്നെ തന്നെ ഒരു നന്ദിയുടെ ഒരു ഒഴുക്കായി നിങ്ങളുടെയൊക്കെ മുന്നിൽ വെക്കാം. കാരണം ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടൊന്നുമല്ല. 2-3 പേർ, കൃത്യമായി പറഞ്ഞാൽ 3 പേർ. ഇവിടെ ഇരിക്കുന്ന താജ് ബക്കർ, ഹബീബ് സർഗം, പിന്നെ ഒരു സുഹൃത്തു കൂടിയായ അബ്ദുൽ ഹയ്യു,
ഇങ്ങനെ 2-3 പേർ എടുത്ത പണിയുടെ പ്രതിഫലനമാണ് ഈ ഒരു ചടങ്ങ് എന്നുള്ളത്. എങ്ങനെ ഞാൻ വാക്കുകൾ കൊണ്ട് ആ നന്ദി ഇവരോട് പറഞ്ഞു തീർക്കും? അതിനപ്പുറത്ത് ഒരൊറ്റ മെസ്സേജിന് പുറത്താണ് നിങ്ങളൊക്കെ വളരെ ഹൃദ്യമായി കേട്ടിരുന്ന PMA ഗഫൂർ ഇവിടെ എത്തിയത്. ഇന്നലെ സംസ്ഥാനത്തിന് പുറത്തായിരുന്നു. ഇന്ന് നാളെ സംസ്ഥാനത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഏതാണ്ട് ആലപ്പുഴയിൽ പരിപാടിക്ക് പോകണം. അതിനിടയിലെ വലിയ 2 യാത്രക്കിടയിലെ വിശ്രമമില്ലാത്ത ഒരു നേരമാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം എത്തിയത്. ഇവിടെ മനോഹരമായി പുസ്തകത്തെ പരിചയപ്പെടുത്തി. പുസ്തകം സ്വീകരിച്ച് നീതു സംസാരിച്ചു. ഡോക്ടർ ഹരിയാനന്ദകുമാർ പുസ്തകം വായിച്ച് പരിചയപ്പെടുത്തി. ഇവരൊക്കെ ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കാണ്. അവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടുകാർക്ക് വേണ്ടിയായിരുന്നു. നിങ്ങളൊക്കെ ഇവിടെ എത്തി. പലപ്പോഴും പലർക്കും ഞാൻ വാട്സാപ്പ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റ് വഴിയാണ് മെസ്സേജുകളിൽ അധികവും. എന്നിട്ടും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ ഉൾക്കൊണ്ട് ഇവിടെ വന്ന് ഇരുന്നു. ഇത്രയും നേരം പറഞ്ഞാൽ തീരാത്ത നന്ദിയുടെ, അല്ലെങ്കിൽ മതിവരാത്ത പ്രകടനത്തിൻ്റെ, നന്ദി പ്രകടനത്തിൻ്റെ ഒരു ഒഴുക്കിനെ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് തന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യനായ എം പിച്ചുകോയ തങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഓരോരുത്തരും നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് എത്താണ്. കോഴിക്കോട്ടേക്ക് പോകേണ്ട എം പിച്ചുകോയ തങ്ങൾ ഇന്ന് ആ കോഴിക്കോട് യാത്ര മാറ്റി നിർത്തി ഇവിടെ വന്ന് ഇരിക്കുന്നത് അതാണല്ലോ, ആ സ്നേഹമാണ്. സ്നേഹിക്കപ്പെടുന്നു എന്ന വലിയ തിരിച്ചറിവിനെയും വലിയ സൗഭാഗ്യത്തെയും വലിയ അനുഗ്രഹത്തെയും ആവോളം നെഞ്ചോട് ചേർത്ത് നിർത്തി തലയിൽ ഒരു വലിയ ഭാണ്ഡക്കെട്ടായി അതിനെ കയറ്റി വെച്ച് നിർത്തുന്നു. നന്ദി. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി.